യു ആർ ദ സം ഓഫ് ദ 5% യു ആർ സിറ്റിംഗ് വിത്ത് എന്ന് കേട്ടിട്ടുണ്ടാവും. യുവർ ഫ്രണ്ട്സ് ഡിമൈൻ യുവർ ഫ്യൂച്ചർ. ആരുടെ കൂടെയാണോ നിങ്ങൾ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ അവരെ പോലെ ആവും ഇവൻച്വലി. സിമ്പിൾ ആസ് ദാറ്റ്. ഇഫ് യുവർ ഫ്രണ്ട്സ്, നിങ്ങളെ കൂടെ നടക്കുന്ന ആൾക്കാർ ജസ്റ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ നടക്കുന്ന പോലെ ആണെന്നുണ്ടെങ്കിൽ, പാർട്ടിയിങ്, വീഡിയോ ഗെയിംസ് കളിച്ചുകൊണ്ട്, അതുപോലെ ബാഡ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ട്രിപ്പൊക്കെ പോയി ഇങ്ങനെ എൻജോയ് ചെയ്ത് വെറും എൻജോയ്മെൻറ്റ് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങളും അതേപോലെ തന്നെ ആവും. സിമ്പിൾ ആസ് ദാറ്റ്. പക്ഷെ എന്ന് കരുതി നമ്മളെ കൂടെ ഉള്ളവരെ നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഇവഞ്ച്വലി വെൻ വി ലെവലപ്പ്, നമ്മൾ ലെവലപ്പ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ബാഡ് ഹാബിറ്റ്സിനെ മാത്രം ഹോൾഡ് ചെയ്ത് നിൽക്കണമല്ലോ അവിടെ തന്നെ നിന്നോളൂ. ഡസൻ മാറ്റർ. പക്ഷെ നമ്മൾ ഇഷ്ടമുള്ളവർ, ജെനുവൻലി ഇഷ്ടമുള്ളവർ ഉണ്ടാവും. അപ്പോൾ ഓരോട് നിങ്ങൾ എൻ്റെ ഫ്രണ്ട് ആവണ്ട, എനിക്ക് അത് പറ്റൂല, ഞാൻ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് നിൽക്കണമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു സംഭവമുണ്ട്, ഒരു ലോൺലി ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള. അതായത് നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹാബിറ്റ്സുകൾക്കൊക്കെ വന്നു, നമ്മളിപ്പോൾ എക്സാമ്പിൾ വർക്കൗട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി, നല്ല ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേണ്ടെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ടൈമിൽ നമ്മളൊന്ന് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ പഴയ സെറ്റ് ഓഫ് ഫ്രണ്ട്സുകൾ ഉണ്ടാവുമല്ലോ, നമ്മളെ എൻജോയ്മെൻറ്റ്, ഇൻഡൾജിങ്, ചീപ്പ് ഡോപ്പമിൻ ആക്ടിവിറ്റീസിന് മാത്രം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അവിടുന്ന് നമ്മൾ പോന്നു. അപ്പോൾ ഒരു കൂടുതലായിട്ട് നമ്മളോട് അടുപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതേസമയം ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ നല്ല ഹാബിറ്റ്സ് ചെയ്യുന്ന ഗ്രോ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരു ലോൺലിനെസ്സിൻ്റെ പീരീഡാണ്. അതിന് ലോൺലി ചാപ്റ്റർ എന്ന് പറയുക. അതായത് പഴയ ഫ്രണ്ട്സ് നമ്മൾ വിട്ടും ചെയ്തു, എന്നാൽ അടിപൊളിയായിട്ടുള്ള പുതിയ ആൾക്കാരെ നമുക്ക് വേണ്ട ആൾക്കാരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആരെ പോലെയാണ് ആവാൻ ആഗ്രഹം, നമുക്ക് എങ്ങനത്തെ ഫ്രണ്ട്സാണോ വേണ്ടത്, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളെ ചുറ്റും നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ ആ ഒരു ലെവലിലേക്ക് നമുക്ക് പറ്റില്ല. പക്ഷെ ഒരു വഴിയുണ്ട്. ദ ബുക്സ് യു റീഡ്, ദ മൂവീസ് യു വാച്ച്, ദ യൂട്യൂബ് വീഡിയോസ് യു വാച്ച്, ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അതിന്. സോ വി ഹാവ് ടെക്നോളജി നൗ. നമുക്ക് ആ ലെവലിലുള്ള ആൾക്കാർ തന്നെ വേണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് ആരെ പോലെയാണോ ആവാൻ ആഗ്രഹം അവരുടെ യൂട്യൂബ് വീഡിയോസ് കൂടുതൽ കാണുക, നല്ല സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ബുക്കുകൾ കൂടുതൽ വായിക്കുക, പോഡ്കാസ്റ്റുകൾ കാണുക. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് അതേപോലെ തന്നെയാണ്. നമ്മൾ കൂടുതൽ നേരം സമയവും അവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഇതിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ വർക്കൗട്ടും ഡയറ്റും ലേണിങ്ങും ഫോക്കസും ഈ സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമുക്ക് വരും. കാരണം നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള അടിപൊളി ആൾക്കാരുടെ വീഡിയോസാണ്, നമ്മൾ വായിക്കുന്നത് അത്ര അടിപൊളി ബുക്കാണെന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങനെ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പഴയ ഫ്രണ്ട്സിനെ നിങ്ങൾ മോശമാണെന്ന് പറഞ്ഞാണ്ട് ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനത്തെ സംഭവങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ മതി. ലിറ്ററലി ഇപ്പം എൻ്റെ ഒരു ലൈഫ് ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ ഞാനിപ്പോൾ ആ ലോൺലി ചാപ്റ്ററിലാണ്. എൻ്റെ പഴയ സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ അവരുടെ അടുത്തേക്ക് അങ്ങനെ ഇറങ്ങലില്ല. ലൈക്ക് മിണ്ടൂല, അങ്ങനൊന്നും അല്ല കേട്ടോ. നോ പ്രോബ്ലം വി ഹാവ്, അങ്ങനൊന്നുമില്ല. ബട്ട് ഐ എം ജസ്റ്റ് ബിസി ഇൻ ക്രിയേറ്റിംഗ് വീഡിയോസ്, എഡിറ്റിംഗ്, റീഡിങ് ബുക്സ്, അങ്ങനത്തെ സംഭവങ്ങളായിട്ട് ഞാനങ്ങനെ ഓലായിട്ടും അങ്ങനെ പരിപാടിക്ക് ഒരു ഇൻ്റലിജൻറ്റ് ആക്ടിവിറ്റീസിനൊന്നും പോകാൻ എനിക്ക് നേരമില്ല. വർക്കൗട്ടും വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം. എന്നാലോ കുറച്ച് ആൾക്കാരും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ ഇടാൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മളതേ ലെവലിലേക്കുള്ള കുറച്ച് ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു കമ്മ്യൂണിറ്റി, അടിപൊളി കമ്മ്യൂണിറ്റി ഇതുവരെ എത്തിയിട്ടില്ല, ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു ലോൺലി ചാപ്റ്റർ കൂടെയാണ് ഏകദേശം കടന്നു പോകുന്നത്. ബട്ട് ഐ നോ the videos I watch, the books I read, the podcast I watch, the movies I watch, എല്ലാം എന്തെങ്കിലും എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് റിലേറ്റഡ് ആണ്. ഐ നോ വൺ ഡേ ഐ വിൽ ഗെറ്റ് ദ, ഐ എം ഷുവർ. പക്ഷേ ഈ ഒരു ടൈം പീരീഡ് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരാണ്, നമ്മളെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ആൾക്കാർ, നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം ചിലവഴിക്കുന്നത് ആരോടൊപ്പമാണെന്നുള്ളത് ഒന്ന് കെയർഫുള്ളായിരിക്കുക. ഒരിക്കലും ഓരോ ഒഴിവാക്കണമെന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. നിങ്ങൾ നല്ല ആക്ടിവിറ്റീസിലേക്ക് മാറിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ബാഡ് ആക്ടിവിറ്റീസിനെ മാത്രം ആശ്രയിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും.
അതായത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഓര് നമ്മളെ ഫ്രണ്ട്സ് ആയത്. നമ്മളും ആ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓര് പബ്ജി കളിക്കുന്ന ആളാണ്, നമ്മളും പബ്ജി കളിക്കുന്നുണ്ട്. അപ്പോൾ പബ്ജി കളിക്കുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ട് മാത്രം ചിലപ്പോൾ നമ്മളായിട്ടും ഫ്രണ്ട്സ് ആയാലും ഉണ്ടാവും. ഓരും സിഗരറ്റ് വലിക്കുന്നുണ്ട്, നമ്മളും സിഗരറ്റ് വലിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വലിക്കമ്പനി എന്നുള്ള രീതിയിൽ മാത്രം ഫ്രണ്ട്സായി കാണലുണ്ടാവും. നമ്മൾ ആ ബാഡ് ഹാബിറ്റ് ഉപേക്ഷിക്കുമ്പോൾ മേ ബി ഓരെന്താവാം നമ്മളെ വിട്ട് പോവാം. അങ്ങനത്തെ ഒരു പോട്ടെ. അതല്ലാതെ നമ്മളോട് ജെനുവിൻലി താല്പര്യമുള്ളവർ പക്ഷേ ബാഡ് ഹാബിറ്റ് ചെയ്യുന്നവരും ഉണ്ടാവാം. അവ ഓരോ ഒഴിവാക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കൂടുതൽ സമയവും നിങ്ങളെന്ത് ചെയ്യുക, ആരെപ്പോലെ ആവാനാണോ ആഗ്രഹം അവരുടെ ബുക്സും അതേപോലെയുള്ള മൂവീസോ പോഡ്കാസ്റ്റുകളോ ഡോക്യുമെൻ്ററി കാര്യങ്ങളൊക്കെ കൂടുതൽ എന്ത് ചെയ്യുക, അങ്ങനത്തെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നോർമലി നിങ്ങളെന്താവും, ഭാവിയിൽ അങ്ങനെ ഒരാളായി മാറും. യു അട്രാക്റ്റ് വാട്ട് യു ആർ, നോട്ട് വാട്ട് യു വാണ്ട്. അപ്പോൾ നിങ്ങളൊരു അടിപൊളി ആളാവുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളും എന്താവും, അടിപൊളി ആൾക്കാരാവും ആയി മാറും ഇൻ ദ ഫ്യൂച്ചർ. ഞാൻ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആ ഒരു ടൈമിലൊക്കെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അന്ന് മെയിൻ പരിപാടി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഒന്ന് ഗെയിം കളിക്കുക, പിന്നെ ഫുട്ബോൾ കളിക്കാൻ നല്ല പരിപാടിയാണ്. ഫുട്ബോൾ കളിക്കാൻ പോവുക, അതുപോലെ സിനിമക്ക് പോവുക, പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പോവുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ടൈമിൽ എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് +1 +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വർക്കൗട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോൾ അവരെല്ലാം പോയി. അങ്ങനത്തെ ഫ്രണ്ട്സൊന്നും ഇപ്പം ഇല്ല. ഓരേറ്റും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഐ ജസ്റ്റ് ഇംപ്രൂവ്ഡ് ഫ്രം ദാറ്റ് ലെവൽ. വേറൊരു കാര്യം കൂടിയും പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളെ ഫ്രണ്ട് സർക്കിൾ അത്രയും മോശമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജെനുവിൻലി ഫീൽ ചെയ്യുകയാണ് അത്രയും മോശം ഫ്രണ്ട് സർക്കിളാണെന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് ഓക്കെ ടു ബി അലോൺ. ബീയിങ് അലോൺ ഈസ് ബെറ്റർ ദാൻ ബാഡ് കമ്പനി. നമുക്ക് മനുഷ്യന്മാരെന്ന് പറയുന്നത് എപ്പോഴും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ത്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഡെഫിനറ്റ്ലി നമുക്ക് നല്ല അടിപൊളി ഫ്രണ്ട്സുകൾ വേണം, നല്ല ഹാബിറ്റ്സ് ഉള്ള ഫ്രണ്ട്സുകൾ വേണം. ബട്ട് ഇഫ് യു ഓൺലി ഹാവ് ഫ്രണ്ട്സ് ഹു ഹാസ് ബാഡ് ഹാബിറ്റ്സ്, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ജേണിയിൽ അലോണായി പോകുന്നതിന് ഒരു പ്രശ്നമില്ല. ഭാവിയിൽ നിങ്ങൾ അടിപൊളി ആളാവുമ്പോൾ, ഭാവിയിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് ഒരു ബെറ്റർ പേഴ്സൺ ആവുമ്പോൾ നല്ല ഫ്രണ്ട്സുകൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യും, നല്ല ആൾക്കാർ, നല്ല റിലേഷൻഷിപ്പ് എല്ലാം. ജസ്റ്റ് എ ലിറ്റിൽ ടൈം പീരിയഡ്. ഞാൻ പറഞ്ഞില്ല ആ ലോൺലി ചാപ്റ്റർ, അത്രേ ഉള്ളൂ. അത് വിഷയമാക്കണ്ട.